ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആരൊക്കെ തന്നെ പിന്തിരിപ്പിച്ചാലും തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ഇതിൽ നിന്നും താൻ പിന്മാറില്ല എന്ന് ബാലൻ്റെ മുന്നിലാണെങ്കിലും ഉറച്ച തീരുമാനത്തോടെ സംസാരിച്ചു നമ്മുടെ അലീന. അപ്പോൾ ബാലനാണെങ്കിൽ അതായത് അലീന പറഞ്ഞ്, അലീന ഉപദേശിച്ച്, അലീന പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ശരണ്യ, ആ കുട്ടി എല്ലാം മറന്ന് ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മകനെതിരെ കോടതിയിൽ പോയി മൊഴി കൊടുക്കുമെന്നുള്ള കാര്യം പറയുക. സ്വന്തം മക്കളോടാണ് ആരെങ്കിലും ഇത് ചെയ്തു തരുന്നെങ്കിൽ അവർ നാളെ കോടതിയിൽ പോയി മൊഴി കൊടുക്കണ്ടായിരുന്നു അച്ഛാ എന്ന് അലീന ചോദിച്ചപ്പം ബാലന് ഉത്തരവില്ല. അങ്ങനെ അലീനയ്ക്ക് സപ്പോർട്ടായിട്ട് തന്നെ പിന്നെ ബാലന് നിൽക്കാതെ പറ്റില്ലല്ലോ. അങ്ങനെ അവർ പോകാൻ ഇറങ്ങുമ്പോൾ കൃഷ്ണയ്ക്കാണെങ്കിൽ ടെൻഷൻ മൊത്തം. അലീന അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. അപ്പോൾ കൃഷ്ണയാണെങ്കിൽ അതെ പെട്ടെന്ന് വീട് പിടിച്ചേക്കണേ ഇവിടെ ഇരിക്കുന്നവർക്ക് ടെൻഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ബാലനും അലീനയും കൂടെ പോവുകയാണ്. ബാലനും അലീനയും കൂടെ പോകുന്ന സമയത്ത് ബാലനാണെങ്കിൽ അലീനയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുക. നീ എപ്പോഴത്തേക്ക് തിരിച്ചു വരും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് വൈകില്ല അച്ഛാ, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. നീ അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ ബാലനൊരു പേടി. ബാലൻ എന്നിട്ട് അത് അലീനയോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അലീന പറഞ്ഞു, അച്ഛൻ അങ്ങനെ ഓർത്തൊന്നും പേടിക്കേണ്ട, അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആരും എന്നോട് ഒരു വഴക്കോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല, അന്ന് തെറ്റിദ്ധാരണയുടെ പുറത്ത് നടന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് തെറ്റിദ്ധാരണയല്ലല്ലോ, നീ അവിടുത്തെ വേലക്കാരിയാണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ, നീ എവിടുത്തെ കുട്ടി തന്നെയാണ് എന്ന് അവരറിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്താകുമെന്ന് നിനക്കറിയാമെന്ന് ചോദിച്ചു. ഞാൻ ഇവിടുത്തെ കുട്ടി അല്ലല്ലോ അച്ഛാ എന്നിങ്ങനെ പറയാട്ടോ. ഒരിക്കലും ഇവിടുത്തെ കുട്ടിയാകാനും എന്നെക്കൊണ്ട് സാധിക്കില്ലല്ലോ എന്നും അലീന ഇങ്ങനെ പറയുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാലനിങ്ങനെ അലീനയെ നോക്കുക കേട്ടോ. എന്തായാലും വൈജയന്തി മേഡം എന്നെ അംഗീകരിച്ചിട്ട് ഒരിക്കലും ഈ വീട്ടിലൊരു അംഗമാകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും എന്ന് അലീന പറയണം. അപ്പോൾ ബാലൻ അത് കേട്ടപ്പോൾ വിഷമമായി. ബാലൻ അന്നേരത്തേക്ക് അലീനയോട് ഇനിയിപ്പോൾ നിനക്ക് വരാൻ താമസമോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് വിളിക്കണം എന്ന് ബാലൻ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഇറക്കിയും വിട്ടു. വളരെ സൂക്ഷിക്കണം കേട്ടോ എന്നും പറഞ്ഞാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് അലീന അങ്ങ് പോയി, ബാലനും അങ്ങ് പോന്നു. അലീന എന്നിട്ട് ബസ്സിൽ കയറി ആ കുട്ടിയുടെ വീട്ടിലേക്ക്. അപ്പോഴത്തേക്കും ആ കൊച്ച് അവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്ന കൊച്ചിനാണെങ്കിൽ അമ്മ ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. പക്ഷെ അതൊന്നും കഴിക്കാനായിട്ട് ശരണ്യ തയ്യാറാകുന്നില്ല. ശരണ്യക്കാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. പക്ഷെ മറ്റത് ആദ്യത്തെ അവസ്ഥയിൽ നിന്നൊക്കെ 100% ബെറ്ററായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കുന്നത്. കഴിക്കും മോളെ എന്നും പറഞ്ഞ് അമ്മ നിർബന്ധിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ അലീന അവിടെ വന്ന് ഇറങ്ങുന്നത്. അലീന എന്നിട്ട് അവരുടെ ആ വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയിലൂടെ നടന്നു വരുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാവരും അലീനയെ കണ്ടു. വീണ്ടും അലീനയെ ഇങ്ങനെ അത്ഭുത ജീവിയെ നോക്കുന്നത് പോലെ നോക്കുവാണ്. നീ ഇന്നും എങ്ങോട്ടാ കൊച്ചെന്ന് ചോദിക്കുമ്പം ഞാൻ ശരണ്യയുടെ വീട്ടിലേക്കാണെന്ന് അലീന പറഞ്ഞു കേട്ടോ. നീ ഇതുവരെ അവിടെ നിന്ന് ഇറങ്ങാത്തത് എന്താണെന്ന് ചോദിച്ചു. ഇറങ്ങേണ്ട സമയമാകുമ്പോൾ ആരും പറയാതെ തന്നെ എനിക്ക് ഇറങ്ങാൻ അറിയാൻ ചേട്ടാ എന്ന് അലീന ഇങ്ങനെ പറയും അവരോട്. അതും പറഞ്ഞ് കൊടുക്കേണ്ട മറുപടി നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ട് നമ്മുടെ അലീന അങ്ങ് കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ അമ്മയും അച്ഛനും അതുപോലെ ആങ്ങളമാരൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മയും അച്ഛനും കൂടി ഇരുന്ന് പറയുകയാണ് അവളൊന്നും കഴിക്കുന്നില്ല. അലീന കൊച്ചു വന്ന് പോയതിന് ശേഷം കുറേ മാറ്റമൊക്കെ സംഭവിച്ചതാണ്, പക്ഷേ ഫുഡൊന്നും അവളങ്ങനെ കഴിക്കണില്ല എന്ന്. ആ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ അലീന കയറി ചെല്ലുന്നു. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഞെട്ടി. പറഞ്ഞ് നാവെടുത്തില്ല, അതിനു മുമ്പ് വന്നല്ലോ എന്നും പറഞ്ഞു. ധാരത്ത് കയറി വാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ ആട്ടോ അലീനെ ഇവർ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് ശരണ്യ എന്തെന്ന് ചോദിച്ചപ്പോൾ മോള് വന്ന് പോയതിന് ശേഷം അവൾക്കൊരു പുതിയ ജീവൻ തന്നെ വെച്ചിട്ടുണ്ടെന്നൊക്കെ അമ്മയും അച്ഛനും കൂടെ പറയാം. അവൾക്ക് ഒരുപാട് മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞപ്പോൾ ഞാനൊന്ന് അവളെ കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നത് എന്തിനാ, നീ ചെന്ന് കാണാൻ പറഞ്ഞ് അങ്ങനെ അലീനെ അവരകത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അകത്തേക്ക് ചെന്നപ്പോഴത്തേക്കും അവിടെ എഴുന്നേറ്റ് ഇരിപ്പുണ്ട് നമ്മുടെ ശരണ്യ. അലീനെ കണ്ടപ്പോൾ അലീന ചേച്ചി മോളെ ശരണ്യെന്നും പറഞ്ഞ് അലീന വിളിച്ചു. അപ്പോൾ അലീന ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യം വിളിച്ചു. അലീന ചെന്ന് അടുത്തിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ച് അലീന ഇങ്ങനെ നല്ല കൂളായിട്ട് ഇന്ന് സംസാരിക്കുന്നു. അപ്പോൾ ആ കൊച്ചും വളരെ കാര്യമായിട്ട് തന്നെ അലീനയോട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചു. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞു. ഇവൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല മോളെ എന്ന് പറഞ്ഞു. അടി മേടിക്കുവേ, അതെന്താ ഭക്ഷണം കഴിക്കാത്ത, ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്, ഞാൻ കഴിക്കുന്നുണ്ട് ചേച്ചിയെന്ന് ശരണ്യ നേരം പറയുക. നീ കഴിക്കുന്നുണ്ടെങ്കിൽ മോള് കഴിക്കുന്നില്ല എന്ന് അമ്മ പറയുമെന്ന് ചോദിച്ചു. ആൻറ്റി പോയി ഫുഡ് എടുത്തുകൊണ്ട് വാ, ശരണ്യ മോള് കഴിച്ചോളൂ എന്ന് അലീന പറയുന്നത് കേട്ടപ്പോഴത്തേക്കും അമ്മ വേഗം ഫുഡ് എടുക്കാനായിട്ട് പോയി. പിന്നെ അലീന ഇങ്ങനെ അതിനോട് വിശേഷമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പുറത്ത് ആങ്ങളെയും അച്ഛനും കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ അലീന ഇനിയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താവും എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചപ്പം നിൻ്റെ പെങ്ങളിപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നതിന് കാരണം തന്നെ അലീനയെന്ന് പറയുന്ന കൊച്ചാ, അതിവിടെ വരുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ലയെന്ന് അച്ഛൻ മകനോട് പറയുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ആ കാര്യം ഇവർ സംസാരിച്ചുകൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് അമ്മ ഫുഡായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും
ഫുഡ് മോൾക്ക് വാരി കൊടുക്കാനായിട്ട് അമ്മയോട് അലീന പറഞ്ഞു. ആ അമ്മ മകൾക്ക് വാരി കൊടുക്കുക. ആ സമയത്ത് അലീന ഇങ്ങനെ നോക്കിയിരിക്കല്ലേ. അപ്പോൾ അലീനയ്ക്കും ഒരു വാരി കൊടുക്കാൻ ശരണ്യ പറയാം കേട്ടോ. അപ്പോൾ ശരണ്യക്ക് അമ്മ വാരി കൊടുക്കുന്നു, അലീനയ്ക്കും വാരി കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അമ്മ അലീനെ ഇങ്ങനെ നോക്കി. അപ്പോൾ അലീനയ്ക്ക് അത് ഇഷ്ടമാവുമോ എന്നുള്ളൊരിതാണ് അമ്മയ്ക്ക്. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്, അമ്മയുടെ ഈ മകളെ പോലെ തന്നെ കണ്ടാൽ മതി എന്നെയൊന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറയണു. എനിക്ക് വാരി തരുന്നതിൽ സന്തോഷമുള്ളൂ എന്നും അലീന പറയാം. അങ്ങനെ അതും പറഞ്ഞ് അലീന എന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഉരുള ഭക്ഷണവും മേടിച്ച് കഴിച്ചു. അപ്പോഴത്തേക്കും അവിടെ നിന്ന് അലീനയും അമ്മയും കൊച്ച് നല്ല കൂട്ടായിട്ട് ഇങ്ങനെ സംസാരിക്കുക. പിന്നെ നല്ല ചിരിയും കളിയും ഒക്കെ ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൊച്ച് ഭയങ്കരമായിട്ട് ചിരിച്ചെന്ന് പറഞ്ഞാൽ ആ പൊത്തിപ്പിടിച്ചാണ് ചിരിക്കുന്നത്. അങ്ങനെ ചിരിച്ചപ്പോഴത്തേക്കും അലീന ഇങ്ങനെ നോക്കി. നീ എന്തിനാ നിൻ്റെ ചിരി മൂടി വെച്ചിരിക്കുന്നത്? അങ്ങനെ മൂടി വെച്ച് ചിരിക്കേണ്ടവളല്ല നീ. കൈമാറ്റി തുറന്ന് ചിരിക്കാൻ പറഞ്ഞു, മനസ്സ് തുറന്ന് ചിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ചിരിയുടെ ശബ്ദം പുറത്തിരുന്ന് അച്ഛൻ കേൾക്കുക. ആ അച്ഛൻ്റെ മനസ്സ് ഒരുപാട് ഇങ്ങനെ സന്തോഷിക്കുക മകൾ ചിരിക്കുന്നത് കണ്ടിട്ട്. അപ്പോഴേക്കും കൈ മാറ്റിയിട്ട് പിന്നെ പൊട്ടിച്ചിരിക്കുകയാണേ കൊച്ച്. അപ്പോൾ അതേ നിൻ്റെ ചിരിയേ മൂടി വെച്ച് ചിരിക്കാനുള്ള ചിരിയല്ല, നിൻ്റെ ചിരി കാണാനേ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് അലീന പറയാം. അങ്ങനെ അലീനയും ആ കൊച്ചും കൂടെ കുറേ നേരം സംസാരിച്ചു. പിന്നെ അതിന് വേറെ നിറയാമ ഭക്ഷണമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും അലീന ആ കൊച്ചിനോട് പറഞ്ഞു, മോള് പോയി ഒന്ന് ഫ്രഷായിട്ട് വരാൻ പറഞ്ഞു. എന്തിനാ ചേച്ചിയെന്ന് ചോദിക്കുമ്പോൾ നമുക്കേ പുറത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. പുറത്തേക്കോ? ഞാനില്ലേ ചേച്ചി. അതെന്താ ഇല്ലാത്ത? അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ ചേച്ചി. അത് അപ്പോഴത്തേക്കും അലീന എന്ന് ആ റൂമിൻ്റെ ജനാല ഉണ്ടല്ലോ, അത് ഇരുട്ട് മുറിയായിട്ട് കിടക്കുമായിരുന്നല്ലോ, ലൈറ്റ് ഇട്ടാൽ മാത്രമേ വെളിച്ചമുള്ളൂ. ആ ജനാല അങ്ങ് തുറന്നു കഴിഞ്ഞപ്പോൾ നല്ല വെട്ടവും വെളിച്ചമൊക്കെ അകത്തേക്ക് കയറുന്നു. ഒരു പ്രകാശം, വലിയൊരു പ്രകാശം അതിനകത്ത് ഇങ്ങനെ ഫീൽ ചെയ്യുകയാണ്. അങ്ങനെ ആ കൊച്ചിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു നമ്മുടെ അലീന. ആ പ്രകാശം കണ്ടപ്പോഴത്തേക്കും അതിന് ഭയങ്കര എന്തൊക്കെയോ ഒരു പ്രതീക്ഷയൊക്കെ പോലെ ആ കൊച്ചിരുന്നിങ്ങനെ ഭയങ്കര സമാധാനത്തോടു കൂടി ഇരിക്കുന്നു. അതൊക്കെ കണ്ട അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഞാനില്ല ചേച്ചി എന്ന് പറയുമ്പോൾ അതെന്താ നമുക്ക് പുറത്തേക്കൊന്ന് നടന്നിട്ട് വരാമെന്ന് ചേച്ചിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അങ്ങനെ അത് അലീന നിർബന്ധിച്ച് പറഞ്ഞപ്പം അത് റെഡിയാവാനായിട്ട് അങ്ങ് പോയി. ചെന്നു മേലൊക്കെ ഒന്ന് കഴുകി പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനിങ്ങ് കയറി വരുന്നു. മകളിങ്ങനെ നിൽക്കുന്നത് കണ്ടു. അതെ ഞങ്ങൾ പുറത്തൊന്ന് പോയിട്ട് വരാട്ടോ എന്ന് പറയുകയാണ്. അന്നേരം അലീന അച്ഛനോട്, പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാർ ഇവിടെ നോക്കി എന്തു പറയും എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, അതൊന്നും അച്ഛൻ കാര്യമാക്കണ്ടെന്ന് അലീന പറയുമ്പോൾ, അല്ല അവളുടെ കണ്ണിൽ ഇവൾ അതിജീവിതയല്ലേ എന്ന് ചോദിച്ചു. അതിജീവിത എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അതിനൊരു പവറുണ്ട് അച്ഛാന്നൊക്കെ അലീന ഇങ്ങനെ പറയുന്നു. ഒരു പ്രതിസന്ധിയിൽ ഒരു പ്രശ്നത്തിൽ തളർന്നു പോയില്ലല്ലോ അവൾ. ആ വലിയ ദുരന്തത്തെ അവൾ അതിജീവിച്ചില്ലേ, അവിടെയല്ലേ അവൾക്ക് നമ്മൾ മാർക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് അലീന ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാം. അപ്പോൾ ഇവർ രണ്ടുപേരും പോകാനായിട്ട് ഇറങ്ങുമ്പോഴും അച്ഛനിത് പറഞ്ഞപ്പോഴത്തേക്കും ശരണ്യ പതുക്കെ പുറകോട്ടൊന്ന് വലിച്ചു. അപ്പോൾ പുറകോട്ട് വലിഞ്ഞ മകളെ അമ്മയും ഫോഴ്സ് ചെയ്യാണ്. അലീന ചേച്ചിയല്ലേ നിൻ്റെ കൂടെയുള്ളത്, നീ ധൈര്യമായിട്ട് ചെല്ലെന്നും പറഞ്ഞ് കൂടെ വിടുവാണ്. അങ്ങനെ അലീന ചേച്ചിയുടെ ധൈര്യത്തിൽ ഇങ്ങനെ പോകാനായിട്ട് ശരണ്യ ഇറങ്ങിയപ്പോഴേക്കും ആങ്ങളെക്കൊച്ച് പറഞ്ഞു ഞാനും വരുന്നുണ്ടെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവനെയും കൂടെ കൂട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇവർ പോവുക. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്കും അച്ഛനും ടെൻഷൻ. ഇവരിനി പോയി കഴിയുമ്പോൾ നാട്ടുകാരിനി എന്തെങ്കിലും പറയുമോ, നാട്ടുകാരെന്തെങ്കിലും പ്രശ്നമാക്കുമോ എന്നൊക്കെയുള്ളൂ. അപ്പോൾ ഇതുങ്ങളും പുറകെ പോവുക കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ആ ചെറുക്കൻ കൊച്ചിനെയും കൂട്ടി അവരുടെ വീടിൻ്റെ അതിലിറങ്ങി ആ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാവരും ഇവരിങ്ങനെ അതിശയത്തോടു കൂടി നോക്കുവാണ്. ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ആ കൊച്ച് പുറത്തിറങ്ങി നടക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ദുരന്തത്തിന് ഇരയായ ഒരു പെൺകൊച്ച് ജീവിതം മുഴുവനും അവിടെ ഹോമിക്കപ്പെട്ട് ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരും നമുക്കിടയിലുണ്ടല്ലോ. അങ്ങനെ കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് ഭയങ്കര സദാചാരം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അലീന ഈ കൊച്ചിനെയും കൂട്ടി അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ ചേട്ടന് പറയാനുള്ളത്? ചേട്ടൻ ഞങ്ങളോട് തന്നെ നേരിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു. അല്ല കൊച്ചേ, നീ എന്തിനാ ഈ കൊച്ചിനെയും കൊണ്ട് ഇതിലേക്ക് ഇറങ്ങി നടക്കുന്നേ? ഈ കൊച്ച് ഒരു ദുരന്തം കഴിഞ്ഞിരിക്കുന്ന കൊച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ദുരന്തം കഴിഞ്ഞിരിക്കുന്ന കൊച്ചോ? ഈ കൊച്ചൊരു അതിജീവിതയല്ലേ എന്ന് ചോദിച്ചു. അതിജീവിത എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താ ചേട്ടാ എന്ന് ചോദിച്ചു. ആ ചേട്ടന്മാരന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. നിങ്ങളുടെയൊക്കെ കണ്ണിനാണ് പ്രശ്നമെന്ന് അലീന അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. വലിയൊരു ദുരന്തത്തെ അതിജീവിച്ചവളാണിവൾ. ആ വലിയ ദുരന്തത്തെ അതിജീവിച്ച ഇവൾ അങ്ങനെയല്ലേ അതിജീവിത എന്ന് പേര് വന്നതെന്നും ചോദിച്ചു. ആ ഒരു ദുരന്തം സംഭവിച്ചു എന്ന് കരുതി ഇവളുടെ ജീവിതം എന്നും ഒരു ഇരുട്ടുമുറിയിൽ അടഞ്ഞു പോകുന്നു നിങ്ങളൊക്കെ കരുതിയോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങളിങ്ങനെ ഇരുട്ടുമുറിയിൽ അടച്ചിടുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ ചേട്ടന്മാർക്ക് പറയാൻ മറുപടിയൊന്നുമില്ല. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ പോയിന്റുകളും എണ്ണി പറഞ്ഞ് നമ്മുടെ അലീന അവരുടെ എല്ലാവരുടെയും വായ അടപ്പിച്ചു. ഈ ഭൂമിയിൽ ജീവിക്കാനും ഈ ഭൂമിയിൽ എല്ലാവർക്കും ഉള്ള അവകാശമുള്ള ഒരാളാണ് ഇവളെന്നും അലീന
നമ്മുടെ ശരണ്യയെക്കുറിച്ച് ഇവരോട് എല്ലാവരോടുമായിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ഇവളെ ഒറ്റപ്പെടുത്തുമ്പോഴല്ല, നിങ്ങളെല്ലാവരും ചേർത്ത് പിടിക്കുമ്പോഴാണ് നിങ്ങൾ മനുഷ്യരാകുന്നതെന്നും അല്ലെങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ പോലും പെടുത്താൻ പറ്റാത്ത ആൾക്കാരായി നിങ്ങളൊക്കെ മാറുമെന്നെല്ലാം പറഞ്ഞ് അലീന ഇങ്ങനെ അവർ പറഞ്ഞതിനുള്ള ഇത് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ അലീന ഈ കൊച്ചിൻ്റെ കൈയും പിടിച്ച് നീ വാ മോളെ എന്നും പറഞ്ഞ് ഇങ്ങനെ നടന്നു പോണു. അങ്ങനെ അവർ ആ ഒരു ചെറിയ വഴിയിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ശരണ്യയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. അച്ഛൻ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ചേട്ടന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അതേ നമ്മുടെ അലീനയെ പറ്റി ആ ചേട്ടന്മാർ ഈ അച്ഛനോട് പറയുവാണ്, എന്തായാലും ആ പെങ്കൊച്ച് ആ വീട്ടിലേതല്ല എന്ന് ഉറപ്പാണ്. ആ പെങ്കൊച്ച് വന്നതുകൊണ്ടതേ ഇപ്പം നിൻ്റെ മകൾക്ക് ഒരു പുതിയ ജീവിതം കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ആ അച്ഛനോട് ഈ ചേട്ടന്മാർ പറയാം. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് ആ അച്ഛൻ ഇരട്ടി സന്തോഷമായി. അദ്ദേഹം ഇങ്ങനെ മനസ്സ് നിറഞ്ഞ് ഈ മക്കളെ നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്തായാലും അലീന ഇനി അവർക്ക് ആർക്കും ആ ഒരു നാട്ടുകാർക്കൊന്നും മറക്കാൻ പറ്റാത്ത ഒരാളായി മാറിയിരിക്കുക. ഇതേ സമയത്ത് ചേച്ചി വരാത്തതിൻ്റെ ടെൻഷനിലാണ് കൃഷ്ണ വീട്ടിൽ. അലീന ചേച്ചി വന്നില്ല എന്നുള്ളൊരു ആദ്യം പിടിച്ച് കൃഷ്ണ വീട്ടിലിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. ടാറ്റാ.